ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിലെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ നമ്മുടെ ആദ്യത്തെ യൂണിറ്റാണ്. നമ്മൾ ആദ്യത്തെ യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യും. സ്റ്റോറീസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് അതിൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയുകയേ ചെയ്യുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ആക്ടിവിറ്റീസും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് നമ്മൾ അതെങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ എളുപ്പ വഴികളും മറ്റുമൊക്കെ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം. അപ്പോൾ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കുട്ടി മരം തള്ളുന്ന അല്ലേ ഇത് ഭാഗമൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ സ്കൂളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതിൽ ഗാന്ധിജി പറയുന്ന ഒരു കോട്ടിങ് ഉണ്ടല്ലോ, എന്താണ്, എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. അല്ലേ, ഒരു ട്രൂ ഹീറോ എന്ന് പറയുന്നത് എന്താണ്? അത് യഥാർത്ഥ നായകൻ എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ശക്തി കൊണ്ടല്ല, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും മറ്റുള്ളവരെ നയിക്കാനൊക്കെ ഉള്ള കഴിവ് കൊണ്ടാണ് ഒരാൾ യഥാർത്ഥ നായകനായിട്ട് മാറുന്നതെന്നൊക്കെ ആര് പറയുന്നുണ്ട്? ഗാന്ധിജി പറയുന്നുണ്ട് അല്ലേ. പിന്നീട് എന്തുണ്ട്, നമ്മളെ നമ്മളെ നാട്ടിലെ ട്രൂ ഹീറോസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് അല്ലേ. ഫാർമേഴ്സ് ഉണ്ട്, മിലിറ്ററി ഉണ്ട് അല്ലേ, സന്നദ്ധ സേവന പ്രവർത്തകരുണ്ട് അല്ലെ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ അല്ലേ, ഫാദർ ആൻഡ് മദർ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യത്തെ സ്റ്റോറിയിലേക്ക് പോവാം. ഏതാണ്? ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നുള്ള സ്റ്റോറി അല്ലേ. എളുപ്പമുള്ള സ്റ്റോറി, നമുക്കൊക്കെ അറിയാം. ദിൽനയും അല്ലെ, ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ പറയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കുക. ഓക്കെ, പരീക്ഷൻ്റെ തലേന്നാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മാഷി പറയുന്നത് കേട്ടാൽ മതി. നമ്മൾ ആ ഒരു കഥയിലുള്ള കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം മാഷി പറയുന്നത് എന്ത് ചെയ്യുക, കേൾക്കാം. ഓക്കെ, ദിൽനയും അവൻ്റെ ബ്രദറായിട്ടുള്ള ഐസക്കും കൂടി എന്ത് ചെയ്യാണ്, മുറ്റത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എന്ത് ചെയ്തത്, മഴ പെയ്തത് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഓടി അവരുടെ വീട്ടിലേക്ക് കയറി അല്ലേ. വീട്ടിലേക്ക് കയറി നമ്മളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നേരെ എവിടേക്കാ പോവുക, അടുക്കളയിലേക്കാണ് അല്ലേ. അടുക്കളയിലേക്ക് പോകും, നമുക്ക് നല്ല വിശക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവരവിടെ ചെന്നപ്പോൾ കുക്കീസ് അല്ലേ, ബിസ്ക്കറ്റ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, രണ്ടുപേരും വേഗം വിത്ത് എ ബിഗ് സ്മൈൽ അല്ലേ, ഒരു ചിരിയൊക്കെ ചിരിച്ച് ഗ്രാബ്ഡ് അല്ലേ, അവരെന്ത് ചെയ്തു, ആ കുക്കീസ് ഇങ്ങനെ വലിച്ച് പിടിച്ചെടുത്തു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, കഴിച്ചു അല്ലേ. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, അമ്മനെ ഷൗട്ട് ചെയ്ത് ഉറക്കെ വിളിക്കാണ്. പക്ഷെ അമ്മന്റെ വിളി കേൾക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അങ്ങനെ അവർ അമ്മനൊക്കെ നോക്കാൻ പോയ ലിവിങ് റൂമിലേക്ക് പോയപ്പോൾ ദ മദർ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ അല്ലേ. മദർ എന്ത് ചെയ്യാണ്, നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ്ടായത്, ദില്ല മദറിനെ ലൗഡ്ലി ഉറക്കെ എന്ത് ചെയ്തു, വിളിച്ചു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, ഷുക്ക് ഹെർ അല്ലെ. അവൾ എന്ത് ചെയ്തു, അമ്മൻ എന്ത് ചെയ്തു, നന്നായിട്ട് ഷുക്കൊക്കെ ചെയ്തു നോക്കി. പക്ഷെ എണീറ്റോ? ഇല്ല അല്ലെ. കുറെ ബെഗ് ചെയ്ത് പറഞ്ഞു, മോം പ്ലീസ് വേക്ക് അപ്പ് അല്ലെ. പക്ഷെ എണീറ്റല്ലേ അല്ലെ. വീണ്ടും നല്ല കുറച്ചും കൂടി പവറിൽ എന്ത് ചെയ്തു, കുറച്ച് ദിൽന ഷെയ്ക്ക് ഹെർ ലിറ്റിൽ ഹാർഡർ അല്ലെ. കുറച്ചുകൂടി പവറിലൊക്കെ എന്ത് ചെയ്തു, ഷെയ്ക്ക് ചെയ്ത് നോക്കി. പക്ഷെ അപ്പോഴൊന്നും എന്ത് ചെയ്തില്ല, ദിൽനയുടെ അമ്മ എണീറ്റില്ല അല്ലെ. ഐസക്കിന്റെ കണ്ണിലൊക്കെ എന്ത് ചെയ്തു, ഫിൽഡ് വിത്ത് ടിയേഴ്സ്, കണ്ണുനീരൊക്കെ നിറയാൻ തുടങ്ങി അല്ലെ. പിന്നെന്താണ്, അപ്പൊ അങ്ങനെയാണ് ദിൽന സഡൻലി റിമെമ്പേർഡ് ദ ഗെയിം അല്ലെ. ആ ഒരു ഗെയിം ഗ്രാൻഡ് മദറിന്റെ കൂടെ കളിച്ച ആ ഗെയിം ഓർമ്മ വന്നല്ലേ. അങ്ങനെ ദിൽന എന്ത് ചെയ്യാണ്, ഷീ റിയലൈസ്ഡ് ദിസ് വാസ് ഇൻ ദ ഗെയിം എനിമോർ അല്ല, ഇതൊരു ഗെയിം അല്ല. അവൾ എന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം അല്ലെ. എന്ത് ചെയ്യണം, യെസ് 101 വിളിക്കണം എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, ദിൽനയും 101 വിളിക്കുകയും ഫയർ സ്റ്റേഷനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, വരികയാണ് അല്ലേ. അപ്പോൾ ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ആരാണ്, ഒരു ലേഡിയാണ് കോൾ എടുക്കുന്നത് അല്ലേ. അങ്ങനെ ലേഡി ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫയർ സ്റ്റേഷനത്തെ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ ദിൽനയുടെ അമ്മനൊക്കെ രക്ഷിക്കുകയാണ് അല്ലെ. അതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദിൽന കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അഡ്രസ്സൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക അല്ലെ. അതൊക്കെ അവള് ഗ്രാൻഡ് മദറിന്റെ അടുത്ത് പഠിപ്പിച്ചതാണ് അല്ലെ, ഗ്രാൻഡ് മദറിന്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദിൽന കൃത്യമായി ചെയ്ത് അങ്ങനെ എന്ത് ചെയ്യാണ്, ആ ഒരു ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഫയർ ടീം എന്ത് ചെയ്യാണ്, അവരുടെ വീട്ടിലേക്ക് വരികയും അവരുടെ മോമിനെ സേവ് ചെയ്യുകയും ചെയ്യാണ് അല്ലെ. അങ്ങനെ സേവ് ചെയ്തിട്ട് എന്താണ്, അവര് ദിൽനനെ വെരി ഗുഡ്, യു ആർ എ ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാണ്, ദിൽനനെ അവര് അപ്രീഷിയേറ്റ് ചെയ്ത് അല്ലെ. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ അല്ലെ. ദിൽനൻ എന്ത് ചെയ്തു, ഒന്ന് ചിരിച്ചിട്ട് അവളൊന്ന് തലോടി എന്ത് ചെയ്തു അല്ലെ. കാരണം ആരുടെ ബ്രേവ്നെസ് ആണ്, ആരുടെ ധൈര്യമാണ്, അല്ലെങ്കിൽ ആരുടെ പ്രവൃത്തി കൊണ്ടാണ് ദിൽനന്റെ അമ്മ രക്ഷപ്പെട്ടത് അല്ലെ. ദിൽനയാണ് അല്ലെ. ദിൽനയാണ് എന്ത് ചെയ്തത്, ഇവരെ വിളിച്ചതുകൊണ്ടാണ് അവർക്ക് വരാനും അമ്മനെ സഹായിക്കാനൊക്കെ പറ്റിയത് അല്ലെ. അപ്പൊ ദിൽനയാണെന്ത് ഇവിടെ ഹീറോ ആയത് അല്ലെ. അങ്ങനെ ആ ഹീറോ ആയ ദിൽനൻ എന്ത് ചെയ്തു, ഫയർ സ്റ്റേഷനിലെ ആളുകളൊക്കെ വന്ന് അവൾക്കൊരു അല്ലെ, അവരെന്ത് ചെയ്തു, ഫയർ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അവർക്ക് എന്ത് ചെയ്തു, ഒരു സമ്മാനമൊക്കെ കൊടുത്തു അല്ലെ. യു ആർ ദ ബെസ്റ്റ് അല്ലെ എന്നൊക്കെ എന്ത് ചെയ്തു, അവസാനം ഐസക്ക് ദിൽനനോട് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റോറിയൊക്കെ പഠിച്ചു. നന്നായിട്ടൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ശേഷം നമ്മൾ കുറെ
ഗ്ലോസറിയിൽ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട് അല്ലെ. അബ്രോഡ് ഉണ്ട്, അഡ്മിറ്റ് ഉണ്ട്, അപ്രോച്ച് ഉണ്ട്, ബാക്ക്യാർഡ് അല്ലെ. ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി ഇംഗ്ലീഷ് മീനിങ് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് പഠിക്കാനൊക്കെ ശ്രമിക്കുക അല്ലെ. ഇപ്പോൾ നോക്കൂ, അഡ്മിറ്റ് അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? ടു എഗ്രി അല്ലെ. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ അല്ലെ. അപ്പൊ എഗ്രി നമുക്കറിയാം, സമ്മതിക്കുക അല്ലെ, സമ്മതിക്കുക അല്ലെ. അപ്പൊ അതൊക്കെ നമുക്കറിയാം. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് വാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനൊക്കെ പറ്റും. അപ്പൊ സാധ്യമാവുന്നതൊക്കെ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ഡയറി ആണല്ലോ, എല്ലാവർക്കും അറിയാം. ഡയറി എഴുതുന്നത് എന്താണ്, എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ഡയറി എന്ത് ചെയ്യാറുണ്ട്, എഴുതാൻ വരാറുണ്ട് അല്ലെ. അപ്പൊ ഡയറി എങ്ങനെ എഴുതാന്നുള്ളത് ആദ്യം നോക്കാം. ഏറ്റവും എളുപ്പമാണ്. നമ്മളെ പാഠപുസ്തകത്തിലൊക്കെ ഉള്ള പോലെ തന്നെ, ടെക്സ്റ്റുകൾ ഉള്ള പോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് എഴുതി വെക്കണം അല്ലെ. അതുപോലെ തന്നെ ദിവസവും എഴുതി വെക്കണം അല്ലെ. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്നത്തെ ദിവസം ഉണ്ടായ സംഭവങ്ങൾ, പ്രധാന സംഭവം മാത്രം എന്ത് ചെയ്താൽ മതി, ഡയറിയിൽ എഴുതിയാൽ മതി അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, അപ്പോൾ ഇനി നിങ്ങൾക്ക് തുടക്കം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്, ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാത്തിലും എഴുതാൻ പറ്റിയ 1-2 വാക്കുകൾ, ജസ്റ്റ് ഒരു വാക്ക് സ്റ്റാർട്ടിങ് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. എന്താണ്, ടുഡേ എഴുതി വെച്ചോളൂ കേട്ടോ. ടുഡേ വാസ് എ വണ്ടർഫുൾ ഡേ അല്ലെ, അല്ലെങ്കിൽ അൺഫോർഗറ്റബിൾ ഡേ അല്ലെ. വണ്ടർഫുൾ, അവിടെ സ്ഥലമല്ല, അടിക്ക് എഴുതാം. ടുഡേ വാസ് എ വണ്ടർഫുൾ ഡേ. ടുഡേ വാസ് എ വണ്ടർഫുൾ ഡേ. ഇന്നൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ദിവസമാണ് അല്ലെ. അല്ലെ, നിങ്ങൾക്ക് സന്തോഷമുള്ള ദിവസമാണെങ്കിൽ അങ്ങനെ എഴുതാം അല്ലെ. ഇനി സങ്കടമുള്ള ഒരു ദിവസമാണെങ്കിലോ, ടുഡേ വാസ് എ സാഡ് ഡേ അല്ലെ. വണ്ടർഫുൾ മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി, സാഡ് എന്ന് ചേർത്താൽ മതി അല്ലെ. അപ്പൊ തന്നെ എന്ത് ചെയ്തു, തുടക്കം കിട്ടി. പിന്നീട് എന്ത് ചെയ്യുക, ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡയറിയിൽ എഴുതി വെക്കുക അല്ലെ. ഏത് ഡയറി ആണെങ്കിലും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ വൃത്തിയിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇത് ഡയറി. ഇപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി 1 ഡയറി മാഷ് എഴുതിയത് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ ആക്ടിവിറ്റി 2 നോക്കുക. ആക്ടിവിറ്റി 2 എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എന്താണ്, ട്രൂ ഓർ ഫാൾസ് കൊടുക്കാനൊക്കെയാണ് അല്ലെ. എല്ലാവരും ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് നോക്കാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ദിൽന ആൻഡ് ഐസക് വേർ പ്ലേയിങ് ഇൻ ദ ലിവിംഗ് റൂം. അവർ ലിവിംഗ് റൂമിലാണോ കളിച്ചത്? അല്ല, ലിവിംഗ് റൂമിലല്ല അല്ലെ. അത് തെറ്റാണ്. അപ്പൊ അതെന്ത് ചെയ്തു, ഫാൾസ് അല്ലെ. ഫാൾസിന്റെ അതിൽ ശരി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ നോക്കാം. ദ ഫയർമാൻ ഗാവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വെയ്ക്ക് ഹർ അപ്പ് അല്ലെ. ദിൽനന്റെ മദറിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളമാണോ കൊടുത്തത്? അല്ല, എന്താ കൊടുത്തത്? യെസ്, എന്താണ്, ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുത്തത് അല്ലെ. അപ്പൊ രണ്ടാമത്തതും എന്താണ്, തെറ്റാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ഫാൾസിൽ ശരിയിടുക. ഓക്കെ, പിന്നെന്താണ്, ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹർ മദർ. മദറിന്റെ കൂടെയാണോ ഗെയിം കളിച്ചത്? അല്ല, ആരുടെ കൂടെയാണ്? ഗ്രാൻഡ് മദറിന്റെ കൂടെയാണ് അല്ലെ. അപ്പൊ തേർഡ് വണ്ണും എന്താണ്, ഫാൾസിലാണ് വരുന്നത്. ഓക്കെ, ഫോർത്ത് വൺ നോക്കാം. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ് അല്ലെ. ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ദിൽനനെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചോ? യെസ്, വിളിച്ചു. അതെന്താണ്, ട്രൂത്ത് ആണ് അല്ലെ. ട്രൂവിൽ വരച്ചു. ദിൽന ഓവർകെയിം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെ. ഇത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതായിരിക്കും. എന്താണ്, ശ്രദ്ധിക്കുക. ദിൽന അവളുടെ മുൻ പരിചയം കൊണ്ട് എന്ത് ചെയ്തു, ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെ. അപ്പൊ അമ്മ അങ്ങനെ നിലത്ത് വീണ് കിടന്നപ്പോ അമ്മനെ സഹായിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അതെന്തുകൊണ്ടാ, പാസ്റ്റ് മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത് അല്ലെ. ശരിക്കും എക്സ്പീരിയൻസ് ആണോന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. കാരണം എന്താ, ഗ്രാൻഡ് മദറിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗെയിം കളിച്ചിട്ടുണ്ട് അല്ലെ. അതൊരു എക്സ്പീരിയൻസ് തന്നെ അല്ലേ. തീർച്ചയായിട്ടും അതെന്താണ്, വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ട്രൂ ഇടാം അല്ലെ. പക്ഷെ അതേസമയം അതൊരു ഗെയിമാണ്. ശരിക്കുണ്ടായ സംഗതിയാണോ? അല്ല, പക്ഷെ ഒരു ഗെയിമാണ്. പക്ഷെ എന്നാലും എന്താണ്, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്കതവിടെ ശരിയിടാം അല്ലെ. അപ്പൊ 3 ഫാൾസും 2 ട്രൂ ആണ് നമുക്ക് കിട്ടിയല്ലേ. അപ്പൊ 3 ഫാൾസ് നമുക്ക് എന്ത് ചെയ്യണം, തിരുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കറക്റ്റ് ദ ഫാൾസ് സെന്റൻസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ അല്ലെ. താഴെ അത് തിരുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മാഷ എന്ത് ചെയ്തിട്ടുണ്ട്, തിരുത്തി എഴുതിയിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ തെറ്റ് നോക്കൂ, എന്താണ്, ദിൽന ആൻഡ് ഐസക് വേർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ആണ് അല്ലെ. ബാക്ക് യാർഡ് ആണ് അല്ലെ. അതാണ് അവിടുത്തെ എന്ത് മാറ്റുള്ളത്. രണ്ടാമത്തെ, ദ ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ ഫസ്റ്റ് എയ്ഡ് ടു വെയ്ക്ക് ഹർ അപ്പ് അല്ലെ. ഫസ്റ്റ് എയ്ഡ് ആണ് അവളെ അല്ലെ, ദിൽനയുടെ മദറിനെ എണീപ്പിക്കാൻ വേണ്ടി കൊടുത്തത് അല്ലെ. എണീറ്റ് അവിടെ ഒരു ചെയറിൽ ഇരുത്തിയിട്ടാണ് എന്ത് കൊടുത്തത്, വെള്ളം കൊടുത്തത് അല്ലെ. തേർഡ് വൺ നോക്കാം.
ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹർ ഗ്രാൻഡ് മദർ. അല്ലെ, ഗ്രാൻഡ് മദറിന്റെ കൂടെ കളിച്ച ഗെയിമാണ് അവൾക്ക് ഓർമ്മ വന്നത്. മദറിന്റെ കൂടെയാണോ? അല്ല. അല്ലെ, അപ്പൊ ഒന്ന് നോക്കൂ, ഈ ഒരു ചെറിയ വാക്കിൽ എന്തുള്ളൂ? മാറ്റമുള്ളൂ. അല്ലെ, അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത നോക്കാം. ആക്ടിവിറ്റി 3 നോക്കാം. ഒരു നോട്ടീസ് ഉണ്ടാക്കാനല്ലേ, ഏറ്റവും എളുപ്പമുള്ള പരീക്ഷക്കൊക്കെ നമ്മൾ എന്തായാലും ഫുൾ മാർക്ക് വാങ്ങേണ്ട ഒന്നാണ് എന്ത്? നോട്ടീസ് എന്നുള്ള. അല്ലെ, പരീക്ഷയ്ക്ക് നാളെ പരീക്ഷയ്ക്ക് ഉള്ളവർക്ക് എന്ത് ചെയ്യാം? വേഗത്തിൽ നോക്കുക. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിച്ചാൽ ഫുൾ മാർക്ക് എന്തായാലും കിട്ടും. ആദ്യം തന്നെ മനസ്സിലാക്കുക, നോട്ടീസിൽ നമ്മൾ എഴുതേണ്ട എല്ലാ കാര്യങ്ങളും എവിടെ തന്നെ ഉണ്ടാവും? ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. അല്ലെ, അപ്പൊ എളുപ്പമായില്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ചോദ്യത്തിൽ നിന്ന് അതുപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ പോരെ? യെസ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു പോവുകയും കൂടി ചെയ്താൽ നമുക്ക് എന്തായി? ഫുൾ മാർക്ക് കിട്ടും. അല്ലെ, ഇനി അതെല്ലാം സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതട്ടോ. ഇനി അങ്ങനെ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മാഷി പറഞ്ഞത്. ഓക്കെ, സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? എഴുതുക. അല്ലാത്തവരെന്ത് ചെയ്യുക? ചില ഭാഗം എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. അല്ലെ, ശ്രദ്ധിക്കണം. മുകളിൽ നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഹെഡിങ് കൊടുക്കണം. അല്ലെ, പിന്നെന്താണ്? പിന്നെ ആ ഒരു പരിപാടിയുടെ ടൈറ്റിലായിട്ട് കുറച്ച് വലുതായിട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. പിന്നെ സ്കൂളിൻ്റെ ആണെങ്കിൽ സ്കൂളിൻ്റെ പേര്, ഫയർ സ്റ്റേഷൻ ആണെങ്കിൽ ഫയർ സ്റ്റേഷൻ, അല്ലെ, കോളേജ് ആണെങ്കിൽ കോളേജ്, എന്താണോ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? ആ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ ഡേറ്റ്, സമയം, എവിടെയാണ് വെന്യൂ. അല്ലെ, വെന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലം. അല്ലെ, പ്ലേസ് എന്ന് കൊടുക്കാത്ത എന്താ? പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു സ്ഥലപ്പേര്, അല്ലെ, അതൊക്കെ എന്താ? പ്ലേസ് ആണ്. അല്ലെ, ആ സ്ഥലത്തെ കൃത്യമായ ഒരു സ്ഥലം വരുമ്പോൾ അതെന്തായി? വെന്യൂ എന്നായി. അല്ലെ, ഇപ്പൊ സ്കൂളത്തെ ഓഡിറ്റോറിയത്തിലല്ലേ ആ സ്കൂളിന്റെ സ്ഥലമാണോ കൊടുത്തത്? അല്ലെ, ശ്രീപുരം എന്നാണെങ്കിൽ പ്ലേസ്. അല്ലെ, പക്ഷെ സ്കൂൾ ഓഡിറ്റോറിയം എന്നാവുമ്പോൾ അല്ലെ അതൊരു സ്പെസിഫിക് പ്ലേസ് ആണ്. അല്ലെ, അതെന്താണ്? വെന്യൂ ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? പിന്നീടുള്ള നോക്കൂ, മാഷിനി കളർ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? ഇതിലൊന്ന് വരക്കാം. അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, എന്തായാലും കാണാതെ പഠിക്കണം. എല്ലാ നോട്ടീസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് എഴുതാം, ഒരു പ്രശ്നവുമില്ല. അല്ലെ, വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു എ സ്പെഷ്യൽ പ്രോഗ്രാം. അല്ലെ, അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാത്തിലും എഴുതാം. അല്ലെ, പിന്നെ അവിടുന്ന് ഇതിൽ ടു ഹോണർ ശ്രുതിയാണ്. അല്ലെ, ഇനിയിപ്പോ ദിൽനെയാണ് ഹോണർ ചെയ്യുന്നതെങ്കിൽ, ദിൽനെയാണ് ആദരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടു ഹോണർ ദിൽന. ഇനി വേറെ കുട്ടിയാണെങ്കിൽ ടു ഹോണർ ആ ഒരു കുട്ടിയുടെ പേര്. അല്ലെ, അങ്ങനെ എന്ത് ചെയ്താൽ മതി? എളുപ്പത്തിൽ എഴുതാം. ഓക്കെ, അത് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിർത്താം. പിന്നെ അതേപോലെ തന്നെ ഇത് ദ പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ. അല്ലെ, അവിടെ എന്ത് ചെയ്യാം? ആരാണോ നമ്മുടെ പരിപാടി ഇനോഗ്രേഷൻ നടത്തുന്നത് അയാളുടെ പേര് എന്ത് ചെയ്യാം? അവിടെ കൊടുക്കാം. അല്ലെ, ഇനിയിപ്പോ ചീഫ് ഗസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം വിൽ ബി ഇന്നാണ്. അല്ലെ, ദ ചീഫ് ഗസ്റ്റ്. അല്ലെ, അങ്ങനെ എഴുതാം. ചീഫ് ഗസ്റ്റ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം, ഒരു പ്രശ്നമില്ല. അല്ലെ, അതേപോലെ എന്താണ്? ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. അതും എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. ഇത് പഠിച്ചാൽ തന്നെ ആയില്ലേ? വളരെ എളുപ്പമല്ലേ? വളരെ എളുപ്പം ചെയ്യാൻ പറ്റും, നമുക്ക് നോട്ടീസ് ചെയ്താൽ പറ്റും. അല്ലേ, ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കത്തെ നോട്ടീസിന്റെ ഒരു മോഡൽ മാഷി തയ്യാറാക്കി ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് വേഗം ഒന്നുകൂടി മനസ്സിലാവും. അല്ലേ, ഈ ചോദ്യം നോക്കൂ. ദിൽന ബിക്കേം എ ഹീറോ. ഷി വാസ് ഇൻവൈറ്റഡ് ടു ചെരുവപ്പാടി ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. അല്ലെ, നോട്ടീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ കണ്ടോ, ആ നോട്ടീസിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടോ? വെന്യൂ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്, ചീഫ് ഗസ്റ്റ് ഉണ്ട്. അല്ലേ, അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് എടുത്ത് എഴുതാനല്ലേ ഉള്ളൂ. അല്ലേ, അപ്പം നോട്ടീസ് എന്ന് കൊടുത്തു. അല്ലേ, എന്നിട്ട് എന്ത് ചെയ്തു? ആ ഒരു ഹെഡിങ് ടൈറ്റിൽ കൊടുത്തു, എവിടെ സ്ഥലം എവിടെ എന്ന് കൊടുത്തു. അല്ലേ, എന്നിട്ട് മാഷ് എന്ത് ചെയ്തു? ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കാണാൻ പഠിച്ചില്ലേ, അത് എഴുതി. വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് ടു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ അവർ ലിറ്റിൽ ഹീറോ. അല്ലേ, അവിടെ പേര് കൊടുത്തിട്ടില്ലേ, പകരം മാഷ് എന്ത് ചെയ്തു? അവർ ലിറ്റിൽ ഹീറോ എന്നാക്കി. അല്ലേ, കാരണം എന്താ? ടൈറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ദിൽനെ കൊടുത്തിട്ടുണ്ട്. അല്ലേ, ഷീ വിൽ റിസീവ് ആൻ അവാർഡ് ഫോർ ഹെർ ബ്രേവ് ആക്ഷൻസ് ഇൻ ആൻ എമർജൻസി. ദ പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ. അല്ലേ, ഇപ്പൊ ചീഫ് ഗസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദി പ്രോഗ്രാം. ജസ്റ്റ് ഒന്ന് എഴുതി തരാം. എന്താണ്? ചീഫ് ഗസ്റ്റ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ എഴുതാം. ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം ഡബിൾ എം ഉണ്ട് കേട്ടോ. അല്ലേ, വിൽ ബി. അല്ലെ, ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, അത്ര എന്ത് ചെയ്താൽ മതി? ചെയ്യാനേ ഉള്ളൂ. അല്ല, അപ്പൊ ഇതൊക്കെ കാണാൻ പഠിച്ചാൽ നമുക്ക് എന്തുണ്ട്? വളരെ എളുപ്പമുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ മാഷ് ചെയ്ത് നോക്കൂ. ആ ഡേറ്റും വെന്യൂ ഒക്കെ എന്ത് ചെയ്തു? ചോദ്യത്തിലുള്ള അതുപോലെ മാഷ് എന്ത് ചെയ്തു? ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് അടിച്ചിട്ടു. ഒരു കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു? ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. എല്ലാത്തിനും കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാം? അത് കൊടുക്കാം. അല്ലേ, പിന്നെ അതേപോലെ തന്നെ സ്ഥലപ്പേര്, ഡേറ്റും, എവിടെയാണോ പരിപാടി നടക്കുന്നത് അതിന്റെ ആളുകളുടെ പേര്. അല്ലെ, ഇപ്പൊ സ്കൂളാണെങ്കിൽ HM. അല്ലെ, ഇപ്പൊ ഫയർ സ്റ്റേഷൻ ആകുമ്പോൾ ഫയർ സ്റ്റേഷൻ ഓഫീസർ.
അല്ലേ? ഈ സ്കൂൾ ക്ലാസ്സിൽ നടക്കുന്ന പരിപാടിയാണെങ്കിൽ ഈ ക്ലാസ് ലീഡർ അല്ലേ? അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാറ്റി മാറ്റി കൊടുക്കാം. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. 4ാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഒരു കോൺവെർസേഷൻ ആണ് അല്ലേ? കോൺവെർസേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് ജസ്റ്റ് തുടക്കത്തിലുള്ള കാര്യമൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നമുക്ക് കുറേ ട്രിക്കുകൾ എന്നല്ല, എന്താണോ ചോദ്യത്തിലുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ 2 പേര് മലയാളത്തിലൊക്കെ സംസാരിക്കൂലേ, അതുപോലെ എന്ത് ചെയ്യുക, അങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ? നല്ല മാർക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് തന്നെ എഴുതി ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ എന്ത് ചെയ്യാം, എങ്ങനെ എഴുതാം, എന്താണ് ഹലോ ഹൗ ആർ യു എന്നൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, തുടങ്ങാം അല്ലെ? അപ്പൊ അപ്പുറത്തുള്ള ആൾ ഐ ആം ഫൈൻ എന്നൊക്കെ പറയും അല്ലെ? ലാസ്റ്റ് എന്ത് ചെയ്യാം, ലാസ്റ്റ് അല്ലെ, അപ്പോൾ ടേക്ക് കെയർ, ഗുഡ് ബൈ അല്ലെ? അതൊക്കെ എന്ത് ചെയ്യാം, അവസാനത്തിൽ ഒക്കെ ഉൾപ്പെടുത്താം. അതൊക്കെ ഒരിക്കലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എങ്ങനെയാണോ നമുക്ക് കഴിയുക അതുപോലെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ മാഷി എഴുതിയ കണ്ടോ, ഇപ്പൊ തുടക്കത്തിൽ എന്ത് ചെയ്തു, ഐ റിമെമ്പർ യു, ഹൗ ആർ യു ദിൽന അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഐ ആം ഫൈൻ അത് നമ്മൾ കൊടുക്കണം അല്ലെ? ഐ ആം ഫൈൻ മാഡം, താങ്ക് യു അല്ലേ? അങ്ങനെ എന്ത് ചെയ്യുക, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ലാസ്റ്റ് നോക്കൂ, താങ്ക് യു മാഡം, ബൈ ബൈ, ടേക്ക് കെയർ അല്ലേ? അപ്പോൾ ഈ ഒരു സ്ത്രീ എന്ന് പറയാം അല്ലേ, ഫയർ സ്റ്റേഷനത്തെ സ്ത്രീ വലിയ ആളല്ലേ, അപ്പൊ എന്ത് ചെയ്യാം, ഫ്രണ്ട്സ് തമ്മിലാവുമ്പോൾ ടേക്ക് കെയർ പറയില്ല, വലിയ ആളുകളാവുമ്പോൾ എന്താണ്, വലിയ ആളുകൾ കുട്ടികളോട് ടേക്ക് കെയർ എന്നൊക്കെ എന്ത് ചെയ്യും, പറയും അല്ലേ? അതേപോലെ തന്നെ ഫ്രണ്ട്സ് തമ്മിലാണെങ്കിൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, ബൈ എന്ന് മാത്രം കൊടുത്താലും മതി അല്ലേ? ഓക്കെ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, എഴുതി നോക്കുക. ഇതൊന്ന് വായിച്ചും ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 5 അല്ലെ? 5ാമത്തെ ആക്ടിവിറ്റി എല്ലാവർക്കും അറിയാം, വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ് 5ാമത്തെ ആക്ടിവിറ്റി എന്നല്ലേ. 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം ആ ചിത്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്ത് ചെയ്യണം, നമ്മളൊന്ന് കണ്ടുപിടിക്കണം. ആർക്കൊക്കെയാണ് പറയാൻ പറ്റുക? ഓക്കെ, ജസ്റ്റ് ഒന്ന് കമന്റ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ? ഒന്നാമത്തെ തന്നെ എന്താണ്, ഒരു ചിത്രത്തിൽ കണ്ടാൽ തന്നെ അറിയാം അല്ലെ, 3 പേരുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണുള്ളത് അല്ലെ? അവൾക്ക് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് അല്ലെ? ബാക്കിൽ നല്ലൊരു പൊട്ടിത്തെറിയൊക്കെ കാണുന്നുണ്ട്. എന്തായിരിക്കും? യെസ്, ഒരു ബ്ലാസ്റ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം, എ ബ്ലാസ്റ്റ് എന്ന് എഴുതാം അല്ലെ? രണ്ടാമത്തെ കണ്ടാൽ തന്നെ അറിയാം എന്താണ്, ഒരു കാർ ആക്സിഡന്റ് ആണ് അല്ലെ? എ കാർ ആക്സിഡന്റ് അല്ലെ? ഇനി അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കാർ ആക്സിഡന്റ് എന്നുള്ളതിന്റെ പകരം ഈ റോഡ് ആക്സിഡന്റ് അങ്ങനെയും എഴുതാം, അതിനെന്തില്ല, കുഴപ്പമില്ല അല്ലെ? ഇത് നോക്കൂ, ഇവിടെ ഒരു ഗ്യാസും കുറ്റിയൊക്കെ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ എന്തായിരിക്കും? യെസ്, ഗ്യാസ് എക്സ്പ്ലോഷൻ. എന്തായിരിക്കും? ഗ്യാസ് എക്സ്പ്ലോഷൻ അല്ലെ? ഗ്യാസ് എക്സ്പ്ലോഷൻ എന്നുള്ളതായിരിക്കും അത് അല്ലെ? പിന്നെന്താണ്, ഒരു കുട്ടി വെള്ളത്തിൽ എന്ത് ചെയ്യാണ്, മുങ്ങാണ് അല്ലെ? അപ്പൊ എന്താണ്, എ ഗേൾ അല്ലെ? പെൺകുട്ടി അല്ലെ? അപ്പൊ എ ഗേൾ എന്താണ്, ഡ്രോണിങ് അല്ലെ? എ ഗേൾ ഡ്രോണിങ് എന്ന് എന്ത് ചെയ്യാം, എഴുതാം അല്ലെ? പിന്നെ വേറെയും കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് മാഷ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹാർട്ട് അറ്റാക്ക്, ഇലക്ട്രിക് ഷോക്ക്, സ്നേക്ക് ബൈറ്റ്. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല? ഹാർട്ട് അറ്റാക്ക് അറിയാം, ഇലക്ട്രിക് ഷോക്ക് അല്ലെ, ഷോക്ക് അടിക്കുക, സ്നേക്ക് ബൈറ്റ് അല്ലെ, പാമ്പ് അടിക്കുക, ഇഞ്ചുറി വൈൽ പ്ലേയിങ് അല്ലെ, നമ്മൾ കളിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്ന ഇഞ്ചുറികൾ, ഇഞ്ചുറി ഡ്യൂ ടു സ്ലിപ്പിംഗ് ആൻഡ് ഫാളിംഗ് ഡൗൺ അല്ലെ, നമ്മളിങ്ങനെ വഴുതി അല്ലെ, നമ്മളൊക്കെ ഇടയ്ക്ക് വഴിക്കൊക്കെ വീഴൂലേ, അങ്ങനെ വീഴുന്നതുകൊണ്ടുണ്ടാവുന്ന ഇഞ്ചുറീസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം അല്ലെ? കഴിഞ്ഞ വർഷം 3ാം ക്ലാസ്സിൽ ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നോക്കാം, അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6 എന്താണ്? റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് കെയർഫുള്ളി. ദിൽന ആൻഡ് ഹെർ ബ്രദർ വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ് അല്ലെ? അപ്പൊ അവിടെ ദിൽന ബാക്ക് യാർഡ് ഡോർ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, അടിവരെ ഇട്ടിട്ടുണ്ട് അല്ലെ? എന്നിട്ട് പറയണെന്ത്, ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻ, ദേ ആർ നെയിമിംഗ് വേർഡ്സ് അല്ലെ? വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. എന്താണ്? നെയിമിംഗ് വേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് നെയിമിംഗ് വേർഡ്സ്? ഇതിൽ ദിൽന, ബാക്ക് യാർഡ്, ഡോറ്, അതൊക്കെ അത് 3 എന്താണ്, നെയിമിംഗ് വേർഡ്സ് ആണ്. ദിൽന എന്ന് പറഞ്ഞ ആരാണ്? ഈ കുട്ടിയുടെ പേരാണ് അല്ലെ? ഡോർ എന്ന് പറഞ്ഞാൽ വാതിലിന്റെ പേര് അല്ലെ? വാതിലിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് അല്ലെ? ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുറ്റത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് അല്ലെ? അപ്പൊ പേരുകളാണ് നെയിമിംഗ്. നെയിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പേരാണ് അല്ലെ? അപ്പൊ പേരുകളാണ് എന്തിൽ വരുന്നത്? നെയിമിംഗ് വേർഡ്സിൽ വരുന്നത് മനസ്സിലാക്കുക അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താ, നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ് ആൻഡ് തിങ്സ് അല്ലെ? പീപ്പിൾ പറഞ്ഞാൽ മനുഷ്യര് അല്ലെ? പ്ലേസസ് പറഞ്ഞാൽ സ്ഥലങ്ങള്, ആനിമൽസ് പറഞ്ഞാൽ മൃഗങ്ങള്, തിങ്സ് എന്ന് പറഞ്ഞാൽ അല്ലെ നമ്മൾ ഉള്ള സാധനങ്ങൾ അല്ലെ? ഇപ്പൊ ഈ ചിത്രത്തിൽ ബക്കറ്റ് കാണുന്നുണ്ട് അല്ലെ? ബക്കറ്റ് എന്താണ് അപ്പോ? ഒരു സെന്റൻസിൽ ബക്കറ്റ് ഉണ്ടെങ്കിൽ അതൊരു നെയിമിംഗ് വേർഡ് ആണ് അല്ലെ? ഈ സാധനത്തിന്റെ പേരല്ലേ ബക്കറ്റ്? അപ്പൊ അതെന്താണ്? ഒരു തിങ് ആണ് അല്ലെ? ഒരു സാധനമാണ്.
അതെന്താണ് അപ്പോൾ അതൊരു നെയിമിംഗ് വേർഡാണ് അല്ലേ. അപ്പോൾ നമ്മളെ സ്റ്റോറിയിലുള്ള കുറേ നെയിമിംഗ് വേർഡുകളുണ്ട്, നിങ്ങൾ കുറേ കണ്ടെത്തുക. പക്ഷേ കുറച്ചെണ്ണം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പീപ്പിൾ മനുഷ്യന്മാരായിട്ടുള്ള ആളുകളുടെ പേര് ഏതൊക്കെയാണ്? ദിൽന ഉണ്ട്, ഐസക് ഉണ്ട്, മദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, ഫയർമാൻ ഉണ്ട്, ലേഡി ഉണ്ട് അല്ലേ. പ്ലേസസ് ആയിട്ട് ഏതൊക്കെയാണുള്ളത്? ബാക്ക് യാർഡ് പറയുന്നുണ്ട്, കിച്ചൺ പറയുന്നുണ്ട്, ലിവിംഗ് റൂം പറയുന്നുണ്ട്, ചെരുവപ്പടി പറയുന്നുണ്ട് അല്ലേ, ഫയർ സ്റ്റേഷൻ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താ പ്ലേസ് ആയിട്ട് പറയുന്നുണ്ട് അല്ലേ. തിങ്സ് ആയിട്ടോ കുക്കീസ് ഉണ്ട്, ടേബിൾ ഉണ്ട്, ഫ്ലോർ ഉണ്ട്, ഫോൺ ഉണ്ട്, ഡോർ ഉണ്ട് അല്ലേ, വാട്ടർ ഉണ്ട് അല്ലേ. ഇതിങ്ങനെ ഓക്കെ, വാട്ടർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്? നമ്മുടെ നെയിമിംഗ് വേർഡ്സ് ആണ് അല്ലേ. അപ്പം നെയിമിംഗ് വേർഡ്സ് എന്ത് ചെയ്യുക? നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 7, ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ് അല്ലേ. യെസ്, അപ്പോൾ നേരത്തെ നമ്മൾ നെയിമിംഗ് വേർഡ്സ് ആണ് പഠിച്ചെങ്കിൽ ഇവിടെ എന്താ പഠിക്കാൻ പോകുന്നത്? ആക്ഷൻ വേർഡ്സ് ആണ് അല്ലേ. ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ വേർഡ്സ് എന്ത് ചെയ്യാണ്? എഴുതാൻ പറയാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളൊരു 20 25 ആക്ഷൻ വേർഡ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചിരിക്കണം. നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും, അതെന്ത് ചെയ്യുക? ഒന്നുകൂടിയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയുന്നതല്ലേ, ജമ്പിങ് അല്ലെ, റണ്ണിങ്, ഈറ്റിംഗ് അല്ലെ, അങ്ങനെ കുറേ ആക്ഷൻ വേർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന തന്നെ എന്ത് ചെയ്യുക? ഒരു 10-25 എന്തായാലും ഉണ്ടാവും അല്ലെ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുന്നത് എപ്പോഴും എന്താണ്? നല്ലതാണ് അല്ലെ. ഒന്നാമത്തെ ചിത്രം നോക്കുക. ദിൽന ഈസ് അല്ലെ, എന്താണ്? വള്ളിച്ചാട്ടാണ് അല്ലെ. എന്ത് പറയും? സ്കിപ്പിംഗ് അല്ലെ. ദിൽന ഈസ് സ്കിപ്പിംഗ്. ഓക്കെ, സ്ക്രീനിൽ എഴുതുകയാണ്, അതുകൊണ്ട് എഴുത്തൊന്നും അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ, രണ്ടാമത്തെ എന്ത് ചെയ്യണേ? ഐസക് ഈസ് ഡാഷ് ദ ട്രീ അല്ലെ. എന്താണ്? ഐസക് മരത്തിൽ കയറാണല്ലേ. അപ്പൊ അതിനെന്താ പറയാ? ക്ലൈംബിങ് അല്ലെ. എന്താ പറയാ? ക്ലൈംബിങ്. ഓക്കെ, അടുത്ത എന്താണ്? ദിൽന എന്ത് ചെയ്യാണ്? പുസ്തകം വായിക്കണം അല്ലെ. അപ്പൊ ദിൽന ഈസ് ഡാഷ് ദ ബുക്ക്. എന്തായിരിക്കും? ദിൽന ഈസ് റീഡിങ് ദ ബുക്ക്. ഓക്കെ, അടുത്ത എന്താണ്? ദേ ആർ എന്താണ്? ട്രാക്ക് ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ ഓടുകയാണെന്ന് മനസ്സിലാക്കുക. ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. ഓക്കെ, പിന്നത്തെ എന്താണ്? അവർ രണ്ടുപേരും കൂടി TV കാണുകയാണ് അല്ലെ. അപ്പൊ എന്താണ്? ദേ ആർ ഡാഷ് ദ TV അല്ലെ. കുറെ പേര് ചിലപ്പോൾ സോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ. സി എന്ന് പറഞ്ഞാൽ കാണുക അല്ലെ. സോ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടു, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതൊന്നല്ല, എന്താ? TV കാണുക എന്നുള്ളതാണ് അല്ലെ. അവിടെ എന്താ പറയുക? വാച്ചിങ് ആണ് കേട്ടോ. എന്താണ്? വാച്ചിങ് അല്ലെ. ദേ ആർ വാച്ചിങ് ദ TV. പിന്നത്തെ എന്താണ്? കണ്ടാൽ തന്നെ അറിയാം, ബലൂണും ബോളൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? കളിക്കാണ് അല്ലെ. ദേ ആർ പ്ലേയിങ് അല്ലെ. ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. നമ്മൾ വേഗം വേഗം പോവാട്ടോ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി കണ്ടു പോവുക. നമ്മളെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. മറ്റു വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് കാണാനൊക്കെ ശ്രമിക്കുക. എട്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. എന്താണ്? ആക്ടിവിറ്റി 8 നമുക്ക് ഒന്ന് ഇവൻറ്റ്സ് എന്ത് ചെയ്യാണ്? ഒന്ന് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ത് ചെയ്യുക? സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 7 എണ്ണാണല്ലോ അല്ലേ. നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം? ഒന്ന് വായിച്ച് നോക്കാം, അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഏതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അല്ലെ, ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് വേഗത്തിൽ എന്ത് കിട്ടും? നമ്മളെല്ലാവരും ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ പഠിച്ച ഒരു ഭാഗമാണ്. ഏതാണ്? ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വേർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് അല്ലെ. അത് തന്നെയാണെന്ത് ഒന്നാമതായിട്ട് വരുന്നത് അല്ലെ. രണ്ടാമത്തെ എന്താണ്? ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അവരെ കിച്ചണിൻ്റെ ഉള്ളിലേക്ക് പോയില്ലേ, അപ്പൊ അവരെന്ത് ചെയ്തു? ദേ സ്പോട്ടഡ് അല്ലെ, അവർ കണ്ടു. എന്ത്? അവര് ശ്രദ്ധിച്ചു. എന്ത്? എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ അല്ലെ, അത് കണ്ടു. മൂന്നാമത്തെ എന്തായിരിക്കും? ദിൽന റഷ്ഡ് ടു ഹെർ മദർ അല്ലെ ആൻഡ് ഷുക്ക് ഹെർ ജെന്റിലി അല്ലെ. ദിൽന എന്ത് ചെയ്തു? മദറിന്റെ അടുത്തേക്ക് റഷിൽ ഓടി, വേഗത്തിൽ എന്ത് ചെയ്തു? ധൃതിയിൽ ഓടിപ്പോയി. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഷുക്ക് ചെയ്തു അല്ലെ, ഒന്ന് ഇളക്കി നോക്കി അല്ലെ. പിന്നീട് എന്താ പറയാ? അടുത്ത എന്തായിരിക്കും? നാലാമത്തെ എന്തായിരിക്കും? ഷി റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101 അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു? അവൾക്ക് അമ്മ എണീക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ 101ക്ക് വിളിക്കണ്ടേ? യെസ്, അങ്ങനെ എന്ത് ചെയ്തു? 101ലേക്ക് വിളിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? 101ക്ക് വിളിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു? 2 ഫയർമാൻ റഷ്ഡ് അല്ലെ. 2 ഫയർമാൻ റഷ്ഡ് ഇൻ ടു ദ ഹൗസ് അല്ലെ. വീട്ടിലേക്ക് എന്ത് ചെയ്തു? വേഗത്തിൽ എന്ത് ചെയ്തു? ദ്രുതഗതിയിൽ അവരെന്ത് ചെയ്തു? ഫയർമാനൊക്കെ വീട്ടിലേക്ക് വന്നു അല്ലെ. എന്നിട്ട് എന്താ ഉള്ളത്? ദ മദർ സ്മൈൽഡ് അറ്റ് ദ ഫയർമാൻ അല്ലെ. ദ മദർ സ്മൈൽഡ് അറ്റ് ദ ഫയർമാൻ ആൻഡ് താങ്ക്ഡ് ദം അല്ലെ. അങ്ങനെ അമ്മയ്ക്ക് എണീറ്റു, അമ്മ എന്ത് ചെയ്തു? അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു അല്ലെ. ലാസ്റ്റ് എന്താണ്? ഏഴാമത്തെ എന്താണ്? ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ഒരു അവാർഡ് കിട്ടാൻ വേണ്ടി അല്ലെ, റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദിൽനെ നമ്മൾ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഓക്കെ, അതൊക്കെ സ്വന്തമായിട്ട് തന്നെ ആദ്യം ചെയ്തു നോക്കട്ടെ, എന്നിട്ട് കേട്ടാൽ മതി വോയിസ് ഒക്കെ. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, അടുത്ത എന്താണ്? നമ്മൾ എവ്രിഡേ ഹീറോസ് എന്നുള്ള ഒരു പോയമാണ്. അതെന്ത് ചെയ്യുക? എല്ലാവരും യൂട്യൂബും മറ്റൊക്കെ ഉപയോഗിച്ച് അല്ലേ ജസ്റ്റ് എന്ത് ചെയ്യുക?
കേട്ട് വായിച്ച് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നേരായിട്ട് ആക്ടിവിറ്റീസിലേക്ക് എന്ത് ചെയ്യാം കിടക്കാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്കറിയാം പരീക്ഷയ്ക്ക് ഇത്തരം പോയത്തിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റോറിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരും അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നിങ്ങൾ സ്വയം സ്കൂളിൽ നിന്നൊക്കെ ടീച്ചർമാർ ചെയ്ത് തന്നിട്ടും നമ്മൾ സ്കൂളിൽ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊക്കെ ഒന്ന് എഴുതി നോക്കുകയും ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ എന്ത് ചെയ്യുക ചെയ്യാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതുന്നതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, അത് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പരമാവധി പറയാതിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റി 1 നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ആ താഴെയുള്ള വരികളൊക്കെ ഒന്ന് വായിക്കാൻ പറയുകയാണ്. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ. അല്ലേ, കണ്ടോ, ഓൾ എന്നുള്ള ചെരിച്ച് എഴുതിയ കണ്ടോ. ബട്ട് നോ ദേ വിൽ ബി ദെയർ വെൻ ദേ ഗെറ്റ് ദ കോൾ. കോളും അല്ലേ, അപ്പോൾ കോൾ ഓൾ, കോൾ ഓൾ അല്ലെ. രണ്ടിൽ ലാസ്റ്റ് എന്താണ്, എന്നുള്ളൊരു അല്ലെ ശബ്ദമാണ് വരുന്നത് അല്ലെ. കോൾ ഓൾ അല്ലെ. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ നമ്മൾ എന്ത് പറയുന്നു, സെയിം സൗണ്ടിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു, റൈമിംഗ് വേർഡ്സ് അല്ലേ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നെയിമിംഗ് വേർഡ്സ് പഠിച്ചു അല്ലെ, അതേപോലെ തന്നെ ആക്ഷൻ വേർഡ്സ് പഠിച്ചു. ഇവിടെ എന്താണ്, റൈമിംഗ് വേർഡ്സും അടുത്തത് പഠിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പരീക്ഷയ്ക്ക് നേരിട്ട് ചോദിക്കില്ലെങ്കിലും ചോദിക്കുന്നുണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യും, പല ചോദ്യത്തിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇതൊക്കെ വരും അല്ലേ. ആ പോയത്തിൽ ഏതൊക്കെയുണ്ട് റൈമിംഗ് വേർഡ്സ്, ഓൾ, കോൾ, സെർവ്, ഡിസേർവ് അല്ലേ, സെർവ്, ഡിസേർവ് അല്ലേ. ഹ്യൂ ടു, ഹ്യൂ ടു അല്ലേ, ഹ്യൂ ടു അല്ലേ. നിയർ, ഫിയർ, നിയർ, ഫിയർ അല്ലേ. ആറൊക്കെ സൈലന്റ് ആണ് അവിടെ കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത്. നിയർ, ഫിയർ, നിയർ, ഫിയർ അല്ലേ. ഓക്കെ, അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, വായിച്ചൊക്കെ പഠിക്കുക. ആക്ടിവിറ്റി 2 നോക്കാം അല്ലേ. മീറ്റ് ദ ഹീറോ അല്ലേ. നിങ്ങളൊരു ഇങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസറെ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും എന്നൊക്കെയാണ് അല്ലേ. ജസ്റ്റ് കുറച്ച് 4-5 ചോദ്യമൊക്കെ മാഷ് എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കുക. സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ആദ്യം എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് എന്ത് ചെയ്യുക, എഴുതി നോക്കുക. അങ്ങനെ തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, അടുത്ത് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അടുത്ത് ദ ട്രിക്ക് ഓഫ് കിച്ചു എന്നുള്ള സ്റ്റോറിയാണ്, എല്ലാവർക്കും അറിയുന്ന സ്റ്റോറിയാണ് അല്ലേ. റാബിറ്റ് എന്ത് ചെയ്തു, ഒരു കച്ചവടം നടത്തുന്നതിൻ്റെ ഇടയിൽ ചിന്നു അല്ലേ, ആരാണ്, ചിന്നു എന്നുള്ള ഒരു ലിറ്റിൽ ഗേൾ വന്നിട്ട് എന്ത് ചെയ്തു, ഒരു കണ്ണാടി കൊടുത്തു, പകരം കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളെ കിച്ചു ദ റാബിറ്റിന് കണ്ണാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാ ദിവസവും അല്ലേ മുഖമൊക്കെ എന്ത് ചെയ്തു, അതൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാനൊക്കെ തുടങ്ങി അല്ലേ. എന്നിട്ടോ കുങ്കം വോൾഫ് വന്നപ്പോൾ കിച്ചു ദ റാബിറ്റ് എന്ത് ചെയ്തു, ഒരു ഐഡിയ ഉപയോഗിച്ചു. എന്തായിരുന്നു ഐഡിയ, ആ ഒരു കണ്ണാടിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ ജിഗു ദ വോൾഫ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, ഈ ഒരു കണ്ണാടി എടുത്ത് നമ്മൾ കുങ്കം വോൾഫിന് കാണിച്ചതോടെ ഒരൊറ്റ ഓട്ടം അല്ലേ, എനിക്കിവിടെ നിൽക്കാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, നമ്മൾ കുങ്കം വോൾഫ് ഒറ്റ ഓട്ടം ഓടി പേടിച്ച് എന്ത് ചെയ്തു, ആ മാർക്കറ്റൊക്കെ വിട്ട് പോയി അല്ലേ. ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒരു പിക്ചർ സ്റ്റോറി കാർഡ് എന്ത് ചെയ്യാനുണ്ട് അല്ലേ. പിക്ചർ സ്റ്റോറി കാർഡിന് എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിന് അല്ലേ, പിക്ചർ സ്റ്റോറി കാർഡും പിക്ചർ ഡിസ്ക്രിപ്ഷനും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. രണ്ടും എന്തല്ല, ഒന്നല്ല. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പറയാണ്. പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ വിശദമായിട്ട് എഴുതുക എന്നുള്ളതാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, പിക്ചർ സ്റ്റോറി കാർഡാണ് അല്ലേ. ഇവിടെ കഥയാണ്, സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ ആ കഥ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചിത്രത്തിൻ്റെയും താഴെ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു നല്ലൊരു ടൈറ്റിലൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക അല്ലേ. ടൈറ്റിലൊക്കെ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് നല്ല ടൈറ്റിൽ കൂടെ അല്ലേ, കുഴപ്പമില്ലാത്ത ഏത് ടൈറ്റിൽ കൊടുത്താലും ടീച്ചർ എന്ത് ചെയ്യും, അതിന് മാർക്ക് ഇട്ടുതരും അല്ലേ. അപ്പോൾ നമ്മൾ പോരായ്മ ഉണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യും, അത് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും അല്ലേ. അപ്പോൾ ടൈറ്റിലൊക്കെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കാണുക, സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക അല്ലേ. ഈ ടൈറ്റിൽ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം മാഷ് ചെയ്തു തരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ അല്ലേ നിങ്ങളെ കമൻസിലൊക്കെ എന്ത് ചെയ്യുക, അറിയിക്കും. മാഷ് പറഞ്ഞു തരാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ചിലതൊക്കെ സ്വയം ചെയ്യണം അല്ലേ. തെറ്റൊക്കെ വരും, അതൊന്നും പ്രശ്നമല്ല. എല്ലാവരും തെറ്റിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. തെറ്റില്ലാതെ ഒറ്റയടിക്ക് എല്ലാം ശരിയാക്കാൻ കഴിയുമോ, ആർക്കും കഴിയൂല അല്ലേ. അപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവും, അതൊന്നും എന്തല്ല പ്രശ്നമായിട്ട് കാണരുത് അല്ലേ. ഇപ്പോൾ രക്ഷിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. തെറ്റ് വരുന്നത് എന്തല്ല, അതൊരു പ്രശ്നമായിട്ട് കാണരുത്. നമ്മൾ പഠിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടമാണെന്ത്, നമ്മളെടുത്ത് തെറ്റ് വരിക എന്നുള്ളത് അല്ലേ. അങ്ങനെ നമ്മൾ തെറ്റ് വന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, അത് ശരിയാക്കും അല്ലേ. എന്ന് വെച്ച് ഇതിൻ്റെതൊക്കെ തെറ്റാണെന്ന് കരുതി മടി കൂടി ഇരിക്കാനും പാടില്ല. അതും എന്ത് ചെയ്യണം, നിങ്ങൾ
ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി ശ്രമിക്കുക. അല്ലെ, തെറ്റിയാ വീണ്ടും ചെയ്യുക, വീണ്ടും ചെയ്യുക, വീണ്ടും ചെയ്യുക, ലാസ്റ്റ് എന്ത് ചെയ്യും, ശരിയാവും. ഓക്കെ, ഇതിൽ മാഷ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഓരോന്നിനും താഴെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് വായിക്കാം. അല്ലെ, ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ എ ന്യൂ സ്കൂൾ. പ്രിയാസ് മോം ഡ്രോപ്സ് ഹെർ അറ്റ് സ്കൂൾ. അല്ലെ, പ്രിയന്റെ മോം എന്ത് ചെയ്യാണ്, അവളെ പുതിയ സ്കൂളിൽ എന്ത് ചെയ്യാണ്, ഡ്രോപ്പ് ചെയ്യാണ്. അല്ലെ, മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹെർ ക്ലാസ്മേറ്റ്. അല്ലെ, പ്രിയൻ എന്ത് ചെയ്യാണ്, ക്ലാസ്മേറ്റ്സിനൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അല്ലെ, അപ്പൊ തന്നെ പ്രിയക്ക് എന്ത് ചെയ്തു, പുതിയ കൂട്ടുകാരൊക്കെ കിട്ടി. അല്ലെ, അപ്പൊ എന്താ പറയുന്നു, അപ്പൊ എങ്ങനെ മാഷ് എഴുതിയിട്ടുള്ള നോക്കൂ. അല്ലെ, ഇപ്പൊ ഈ ചിത്രം ഇറ്റ് ഈസ് എ ക്ലാസ് റൂം, ദിസ് ഈസ് എ ക്ലാസ് റൂം അങ്ങനെയൊക്കെ എഴുതുമോ? ഇല്ല, അതെവിടെ എഴുതുക, അത് പിക്ചർ ഡിസ്ക്രിപ്ഷനിലാണ് എഴുതുക. അല്ലെ, ഇതെന്താണ്, സ്റ്റോറിയാണ്. അല്ലെ, അപ്പൊ സ്റ്റോറി പോലെ തന്നെ എഴുതണം. അല്ലെ, നോക്കൂ, പ്രിയ ടോക്സ് ഹാപ്പിലി ടു എ ഗേൾ സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹെർ ഇൻ ദ ക്ലാസ് റൂം. അല്ലെ, ക്ലാസ് റൂമിന്റെ തൊട്ടടുത്തുള്ള ആളോട് ഹാപ്പിലി, സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നു, പ്രിയ ടോക്സ്, അല്ലെ, സംസാരിക്കുന്നു. പിന്നെ നോക്കൂ, അല്ലെ, ഭക്ഷണം കൊടുക്കുകയാണ്. അല്ലെ, പ്രിയാസ് ന്യൂ ക്ലാസ്മേറ്റ് ഹെൽപ്സ് ഹെർ ഹാവ് ഹെർ ഫുഡ് ഡ്യൂറിങ് ലഞ്ച് ടൈം. അല്ലെ, ലഞ്ച് ടൈമിൽ അവളെ ഫുഡ് കഴിക്കാനൊക്കെ എന്ത് ചെയ്യുന്നു, അവളുടെ ഫ്രണ്ട് സഹായിക്കുന്നു. അല്ലെ, പിന്നെ എന്താണ്, ടോയ്ലറ്റ് കൊണ്ടുപോവാണ്. അല്ലെ, പ്രിയാസ് ഫ്രണ്ട് ഹെൽപ്സ് ഹെർ ടു ഗോ ടു ദ ടോയ്ലറ്റ് പോവാൻ എന്ത് ചെയ്യുന്നു, പ്രിയന്റെ ഫ്രണ്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രിയ ആൻഡ് ഹെർ ഫ്രണ്ട്സ് പ്ലേ ബാസ്കറ്റ് ബോൾ ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. പ്രിയാസ് ഫ്രണ്ട് പാസസ് ദ ബോൾ ഓൺ ഹെർ. അല്ലേ, അപ്പോൾ ഈ ഒരു വസ്ത്രം കണ്ടാൽ തന്നെ അറിയാം അവൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ബാസ്കറ്റ് ബോളിനൊക്കെ തയ്യാറായിട്ട് എന്ത് ചെയ്യാണ്, അവൾ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലെ, അപ്പൊ എന്ത് ചെയ്യാണ്, പ്രിയന്റെ ഫ്രണ്ട് അവൾക്ക്, അല്ലെ, കാലോട്ട് വയ്യാത്ത ആളാണെങ്കിലും എന്ത് ചെയ്യാണ്, അവൾക്ക് ബോളൊക്കെ എന്ത് ചെയ്യാണ്, പാസ് ചെയ്യാണ്. അല്ലെ, സാധാരണ വീൽ ചെയറിൽ ഇവിടെ ഒരു വട്ടം ഉണ്ടോ, ഇല്ല, ഇവിടെ ഒരു കാൽമ ഒരു വട്ടൊക്കെ വെച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ കളിക്കാൻ തന്നെ തയ്യാറായി വന്നതാണ്. അല്ലെ, അങ്ങനെ അവൾ കളിയൊക്കെ പഠിച്ചു എന്നാണ് നമുക്ക് എന്ന് മനസ്സിലാവും. അല്ലെ, കാരണം എന്താ, അടുത്ത ചിത്രം നോക്കൂ, ബാക്കിൽ ഓഡിയൻസ് ഒക്കെ ഉണ്ട്. അല്ലെ, എന്തോ ഒരു മാച്ചൊക്കെ നടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, പ്രിയ ത്രോസ് ദ ബോൾ ഇൻ ടു ദ ഹൂപ്പ് ആൻഡ് സ്കോർസ് എ പോയിന്റ്. അല്ലെ, അപ്പൊ അവരുടെ ടീമിന് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, ഒരു സ്കോറ് പോയിന്റ് ചെയ്യാണ്. അല്ലെ, അങ്ങനെ അവർ ജയിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അടുത്തയിൽ അവൾ എന്ത് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നുണ്ട്. അല്ലെ, ഹോണർ ചെയ്യുന്നുണ്ട്. അല്ലെ, അപ്പൊ നോക്കാം, ദ ഹെഡ് മാസ്റ്റർ ഹോണേഴ്സ് പ്രിയ വിത്ത് എ പ്രൈസ് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺ. അല്ലെ, മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ വെച്ച് പ്രിയക്ക് എന്ത് ചെയ്യാണ്, ഒരു പ്രൈസ് ഹെഡ് മാസ്റ്റർ കൊടുക്കുകയാണ്. അല്ലെ, അപ്പൊ അങ്ങനെയൊക്കെ എന്ത് എഴുതി നോക്കുക. വേറെ രീതിയിൽ കഥ കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. അല്ലെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അല്ലെ, ഇത് ക്യാഷ് പ്രൈസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, ഇതിനി HM എല്ലാം മാറിയാണ്ട് PTA പ്രസിഡന്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ സ്കൂളിലത്തെ വേറെ ടീച്ചർ ആണെങ്കിൽ അങ്ങനെ ആക്കാം, അതിനൊന്നും നിങ്ങൾക്ക് എന്തില്ല, കുഴപ്പമില്ല. പക്ഷെ അതൊരു കഥ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് പ്രവർത്തനത്തിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു പ്രവർത്തനം എല്ലാവർക്കും അറിയാം, വളരെ എളുപ്പമാണ്. അല്ലേ, ഈ ഒരു ലെറ്റേഴ്സ് എന്ന്, അല്ലെ, ആൽഫബറ്റ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, വേർഡ്സ് എന്ത് ചെയ്യണം, കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഒരു ഗ്രിഡ് എന്ന് വേർഡ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ പണി. അല്ലെ, എളുപ്പമാണ്. ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എന്താണ്, യൂണിഫോം. അല്ലെ, അപ്പം മാഷ് ഇതിൽ അടിവരട്ട കുറച്ച് വാക്കുകളുണ്ട്. അത് നമ്മളെ പാഠപുസ്തകത്തിൽ നിന്നുള്ള മാത്രം വാക്കുകളെ മാഷ് എന്ത് ചെയ്തിട്ടുള്ളൂ, അടിവര ഇട്ടിട്ടുള്ളൂ. ബാക്കി എന്ത് ചെയ്യുക, വേറെ കുറേ വാക്കുകളുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ കണ്ടെത്തുക. അടിവര ഇട്ടിട്ടുള്ള ഏതാണ്, ഗ്ലോറി, അല്ലെ, കോർണർ, സേവ്, ഡിവോഷൻ, ഹീറോ, റെസ്പെക്ട്. അല്ലെ, ഇനി വേറെ കുറേ ഉണ്ട്, കണ്ടോ, ഇവിടെ കണ്ടോ, സിമ്പിൾ, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ, അല്ലെ, പ്രൊട്ടക്റ്റ്, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കുറേ കൂടി വാക്കുകൾ നമ്മൾ മനസ്സിലേക്ക് പഠിയുകയും നമ്മൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ മറ്റു പലതുമൊക്കെ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ പഠിയും. നമ്മളെ മനസ്സിലേക്ക് കുറേ വാക്കുകളൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒക്കെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. നമ്മൾ മറ്റു വീഡിയോസൊക്കെ കാണുക, നമ്മളെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറിയിക്കുക. നമ്മൾ എക്സാം പേപ്പറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, കാണുക. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ വീഡിയോയും എന്ത് ചെയ്യും, ഉടനെ പോസ്റ്റ് ചെയ്യും. അതും എന്ത് ചെയ്യുക, കാണുക. അങ്ങനെ ഈ 2 യൂണിറ്റ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ എക്സാമിലേക്കൊക്കെ പോകാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.